ശ്രീ പ്രമോദ് പുഴങ്കര, വി.എസ്. സുനിൽകുമാർ പറഞ്ഞത് കേട്ടല്ലോ. അദ്ദേഹം പറഞ്ഞതിന്റെ തുടർച്ചയായി വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. തനിക്ക് കൃത്യമായ മറുപടി കിട്ടിയില്ലെങ്കിൽ പലതും തുറന്നു പറയേണ്ടി വരും, ചിലത് കൂടി പറയേണ്ടി വരും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ പൂരവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നത് ADGP ആണ്. ആരോപണ വിധേയൻ ADGP ആണ്. റിപ്പോർട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല. റിപ്പോർട്ട് ഇപ്പോൾ ഈ വിവാദം ഉയർന്ന പശ്ചാത്തലത്തിൽ പെട്ടെന്ന് കൊടുക്കാൻ പോവുകയാണ്. ആരോപണ വിധേയൻ തന്നെ റിപ്പോർട്ട് കൊടുക്കാൻ പോകുന്നു. അതൊരു വശത്ത്. അപ്പുറത്ത് ADGPയുമായി ബന്ധപ്പെട്ട് 2 തരം അന്വേഷണങ്ങൾ നടക്കുമ്പോഴും അദ്ദേഹം ക്രമസമാധാനത്തിന്റെ ചുമതലയിൽ തുടരുന്നു. RSS നേതാക്കളെ കണ്ടു എന്ന് പറയുമ്പോഴും അതിൽ ഒരു അസ്വാഭാവികതയും കാണുന്നില്ല മുഖ്യമന്ത്രി എന്നുള്ളതിൽ. ഒരു അസ്വാഭാവികതയും നിങ്ങൾ കാണുന്നില്ലേ? ഇതിൽ മുന്നണിയിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങൾ, അപ്പോഴും അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുന്നത് എന്തുകൊണ്ടായിരിക്കാം ശ്രീ പ്രമോദ് പുഴങ്കര? ADGP അജിത് കുമാറിനെതിരെ ഒരു സംസ്ഥാനത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ എന്ന് മാത്രമല്ല, ഒരു സാധാരണ പൗരനെതിരെ പോലും ആരെങ്കിലും വഴിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ പോലും അന്വേഷിക്കേണ്ട തരത്തിൽ ഏതാണ്ട് ആദിമധ്യാന്ത പൊരുത്തമുള്ള കഥകളുമായിട്ടാണ് ഭരണപക്ഷത്ത് നിന്നുള്ള PV അൻവർ എന്ന MLA പ്രത്യക്ഷപ്പെട്ടത്. അയാൾ അതിന്റെ തെളിവുകളെല്ലാം മുഖ്യമന്ത്രിക്ക് നേരിട്ട് മുഖ്യമന്ത്രിയുടെ വസതിയിൽ പോയി ഔദ്യോഗികമായി കൈമാറുകയും ചെയ്തു എന്ന് നമ്മളോട് പറയുന്നു. ഇത്രയേറെ തെളിവുകൾ പ്രഥമദൃഷ്ട്യാ അന്വേഷണം വേണ്ടതാണെന്ന് മുഖ്യമന്ത്രിക്ക് കൂടി ബോധ്യപ്പെട്ടതുകൊണ്ടാണ്, ആഭ്യന്തര മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്ക് കൂടി ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അന്വേഷണവും നടക്കുന്നത്. അത് അന്വേഷിക്കുന്നത് ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വെച്ച് അന്വേഷിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടും പൊതുസമൂഹത്തിന്റെ സമ്മർദ്ദമുണ്ടായതുകൊണ്ടും DGPയാണ് ഈ സംസ്ഥാനത്തെ പോലീസ് സേനയുടെ തലപ്പത്തുള്ള ഉദ്യോഗസ്ഥനാണ് അത് അന്വേഷിക്കുന്നതെന്നും വരുന്നു. എന്നിട്ടു പോലും യാതൊരു തരത്തിലും ഇത്രയേറെ ഗൗരവമായ ഒരു പ്രശ്നം പൊതുസമൂഹം ഇത്രയേറെ ദിവസങ്ങൾ ചർച്ച ചെയ്തിട്ടും, ഈ പൊതുസമൂഹം ഇത്രയേറെ സമ്മർദ്ദവും ഇത്രയേറെ പ്രതിഷേധവും ഉയർത്തിയിട്ടും ഒരു നടപടി പോലും ADGPക്ക് എതിരെ ഉണ്ടാവാഞ്ഞത്, ക്രമസമാധാന ചുമതലയുമായി അയാളെ നിലനിർത്തിയത് അയാളടങ്ങുന്ന ഒരു മാഫിയ സംഘത്തിന്റെ ഗുണഭോക്താവാണ് ഈ രാഷ്ട്രീയ നേതൃത്വം എന്നുള്ളതുകൊണ്ടാണ്, ഈ ഭരണ നേതൃത്വം എന്നുള്ളതുകൊണ്ടാണ്. ഈ ഭരണ നേതൃത്വം അങ്ങനെയുള്ള രീതിയിൽ ഒരു ഗുണഭോക്താവാണെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളിൽ ഒരാൾ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ പിണറായി വിജയൻ ആയേക്കാം എന്ന് സംശയിക്കാവുന്ന തരത്തിലാണ് ഇത്രയും ദിവസവും അയാൾക്കെതിരെ, ADGPക്കെതിരെ ഒരു നടപടി പോലും എടുക്കാൻ ഈ സർക്കാർ തയ്യാറാവാഞ്ഞത്. അതുകൊണ്ടാണ് ഇത്രയും ദിവസം തനിക്കെതിരെ ഉയർന്ന ഈ ആരോപണങ്ങളുടെ എല്ലാം തെളിവുകളും അതിന്റെ പേരിൽ ഈ സംസ്ഥാനത്ത് കൃത്യമായ രീതിയിൽ എന്തൊക്കെയാണ് താൻ നടത്തിയ പ്രശ്നങ്ങൾ എന്നുള്ളതിന്റെ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി തെളിവുകൾ നശിപ്പിക്കുക, സാക്ഷികളെ സ്വാധീനിക്കുക, ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന നിയമ നടപടികളിൽ തനിക്ക് എതിരെ വന്നേക്കാവുന്ന എല്ലാ തരത്തിലുമുള്ള തെളിവുകളും അന്നേക്ക് ദുർബലമാക്കുക, ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്യുന്നതിന് സംസ്ഥാനത്തെ ഏറ്റവും നിർണായകവും സുപ്രധാനവുമായ പോലീസ് ചുമതലയായ ക്രമസമാധാന ലോ ആൻഡ് ഓർഡറിന്റെ ചുമതല ഇത്രയും കാലം നിർവഹിക്കാൻ അവസരവും നൽകിക്കൊണ്ട്, ഇന്ന് വരെയും അതിനവസരം നൽകിക്കൊണ്ട് ഇങ്ങനെ എല്ലാ വിധത്തിലും തനിക്കെതിരായിട്ടുള്ള എല്ലാ തെളിവുകളും ഇല്ലാതാക്കുന്നതിനും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്വേഷണത്തെയും ഭാവിയിലെ വിചാരണകളെയും ദുർബലമാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സമയം കൊടുക്കുകയായിരുന്നു മുഖ്യമന്ത്രി എന്ന് നമ്മൾ സംശയിച്ചാൽ അതിലൊരു തെറ്റുമില്ല. എന്നു മാത്രമല്ല, മറ്റൊന്നുകൂടി ആലോചിക്കണം. ഇപ്പോൾ പൂരം കലക്കിയതുമായിട്ട് ബന്ധപ്പെട്ട് തൃശൂർ പൂരം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ എന്നൊക്കെയായിട്ട് ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ കാര്യം, അത് വെറും ഒരു പൂരപ്രശ്നം മാത്രമല്ല. തൃശൂർ പൂരത്തിൽ അങ്ങനെ ഒരു നടപടി ഉണ്ടായതുകൊണ്ടാണ് CPI സ്ഥാനാർത്ഥി, മുന്നണി സ്ഥാനാർത്ഥി സുനിൽകുമാർ അതുകൊണ്ട് മാത്രമാണ് അവിടെ തോറ്റത് എന്നത് ഞാൻ കരുതുന്നില്ല. അത് കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെയും ആ വലതുപക്ഷ രാഷ്ട്രീയത്തിന് വളരുന്നതിന് വേണ്ടി സുനിൽകുമാർ അടക്കമുള്ള മുന്നണി അറിഞ്ഞും അറിയാതെയും ഒരുക്കി കൊടുക്കുന്ന ഒരു വലതുപക്ഷ രാഷ്ട്രീയ ശരീരമാക്കി കേരളത്തെ മാറ്റുന്ന പരിപാടിയുടെയും ഭാഗം കൂടിയാണ് അത് എന്നുകൂടി കരുതുന്ന ഒരാളാണ് ഞാൻ. അത് വേറൊരു ചർച്ചയാണ്. എങ്കിൽ പോലും അത്തരത്തിൽ CPIയുടെ നേതാക്കൾക്ക് പോലും ആരോപിക്കാവുന്ന തരത്തിൽ ഈ പൂരത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായിട്ട് എന്തുകൊണ്ടാണ് അത് അന്വേഷിക്കാൻ നിയുക്തനായ ADGP ഇത്രയും കാലം അത് കൃത്യമായി അന്വേഷിക്കാഞ്ഞത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അപ്പോൾ RSS നേതാക്കളുമായിട്ട് നിരന്തരമായി, RSSന്റെ ഏറ്റവും ഉന്നതരായിട്ടുള്ള നേതാക്കളുമായിട്ട്, റാം മാധവും ദത്താത്രേയെ പോലുള്ള ഉന്നതരായ നേതാക്കളുമായിട്ട് കേരളത്തിലെ സംഘടനാ ചുമതലയുള്ള RSSകാരന്റെ കൂടെ പോയ അയാളെ ഔദ്യോഗികമായി അല്ലാതെ സന്ദർശിക്കുന്നത് ഈ അജിത് കുമാറിനെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്താണ് എന്നുള്ളത് കൂടി അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിന്റെ ചോദ്യത്തിൽ വ്യക്തിപരമായ കൂടിക്കാഴ്ചയാണെന്നാണ് ഇന്റലിജൻസ്, മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയത് അത്രേ.
അതാണ് അതിലെ തമാശ. മുഖ്യമന്ത്രിക്ക് ഇന്റലിജൻസ് വിഭാഗം റിപ്പോർട്ട് നൽകി. ഈ മുഖ്യമന്ത്രിക്ക് ഇത്രയും കാലം ഈ പൊതുസമൂഹത്തിന്റെ സമ്മർദ്ദമുണ്ടാവുകയും പ്രതിഷേധമുണ്ടാവുകയും സ്വന്തം പാർട്ടിയുടെ ആളുകളിൽ നിന്ന് പോലും അതെന്തിനായിരുന്നു എന്നുള്ള ചോദ്യം ഉയരുകയും ചെയ്യുന്നതുവരെ CPIM-ന്റെ, നിങ്ങൾ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി എന്നുള്ള പിണറായി വിജയന്റെ ആ വേഷത്തെ മാറ്റിവെക്കൂ, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഏറ്റവും ഉന്നതാധികാര സമിതികളിലൊന്നായ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള CPM പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള പിണറായി വിജയന് തന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ, കേരളത്തിന്റെ ക്രമസമാധാന ചുമതല പാലിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, താൻ നിരന്തരം എതിർക്കുന്ന, തന്റെ സംഘടന നിരന്തരമായി പ്രത്യയശാസ്ത്രപരമായും സംഘടനാപരമായും എതിർക്കുന്ന നൂറുകണക്കിന് സഖാക്കളെ RSS-ഉമായിട്ടുള്ള ഏറ്റുമുട്ടലുകളിൽ നഷ്ടപ്പെട്ട ഒരു സംഘടനയുടെ ഏറ്റവും ഉയർന്ന നേതാവ് എന്നുള്ള നിലയിൽ തന്റെ വകുപ്പിന് കീഴിൽ കേരളത്തിന്റെ ക്രമസമാധാന പാലന ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥൻ RSS എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രത്യേകിച്ചും വളരെ വയലന്റ് ആയിട്ടുള്ള കലാപങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്ന് നമുക്കറിയുന്ന ഒരു ഹിന്ദുത്വ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം കൊണ്ടു നടക്കുന്ന ഒരു സംഘടനയുടെ നേതാക്കളെ നിരന്തരമായി പോയി സന്ദർശിച്ചു എന്ന് പറയുമ്പോൾ അതെന്തിനായിരുന്നു എന്ന് ഇത്രയും കാലം ചോദിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എങ്കിൽ ഒന്നുകിൽ ആ സ്ഥാനത്തിരിക്കാൻ അയാൾ അർഹനല്ല, അല്ലെങ്കിൽ അതറിഞ്ഞുകൊണ്ടാണ് അയാൾ ആ സ്ഥാനത്തിരിക്കുന്നതെങ്കിൽ CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘടനാ രൂപത്തിലോ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വേദിയിലോ ഇരിക്കാൻ പോലും അർഹതയില്ലാത്ത ഒരു ഒറ്റുകാരനാണ് പിണറായി വിജയൻ എന്ന് നമുക്ക് പറയാം. വിവാദങ്ങൾ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.